ഇന്നിപ്പോൾ നെയ് ദോശേൻ്റെ കൂടെ കഴിക്കാനായിട്ടൊരു ചട്നി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സബോള ഇട്ട് കൊടുക്കണം. 2 സബോള ഇട്ടു കേട്ടോ. പിന്നെ 2 പച്ചമുളക് ഇട്ടു. ഇത് ഞാൻ പൊട്ടുകടല ചേർത്താണ് ഉണ്ടാക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. അപ്പോൾ ഇതാദ്യം വഴറ്റിയെടുക്കണം. അപ്പോൾ അതിലേക്ക് ഒരു 3 വറ്റൽമുളകും കൂടി ഇട്ടു. അപ്പോൾ 2 പച്ചമുളകും 3 വറ്റൽമുളകും ഇട്ടു കേട്ടോ. ഇനി കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തു. ഇതൊക്കെ വഴന്ന് വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇതിൻ്റെ കൂടെ ഒരു 2-3 വെളുത്തുള്ളിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നന്നായി വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളിയുടെ പകുതിയാണ് ഇട്ടിട്ടുള്ളൂ. പുളി അധികം നല്ലതല്ല ഇതിന്. അപ്പോൾ കുറച്ച് തക്കാളി മതി. നല്ല നെയ്യ് ചേർത്ത ദോശയാണ് ഉണ്ടാക്കണം. നല്ല പേപ്പർ കനത്തിലുള്ള ദോശ, അതിന് പറ്റിയ ചട്നിയാണ്. ഈ പൊട്ടുകടല ചേർത്ത് നാളികേരമൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ് ഈ ചട്നി കേട്ടോ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും, എന്നാലും ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ ഇത് ഒന്ന് തണുക്കാൻ വേണ്ടി ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ മിക്സിയിലെ ജാറിൽ തന്നെയാണ് ഞാൻ തണുക്കാൻ വയ്ക്കുന്നത്. തണുത്ത് കഴിയുമ്പോൾ നമുക്കത് അതിൻ്റെ കൂടെ ഇനിയും ചേർക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അരച്ച്, അപ്പോൾ ഈ സബോളയ്ക്ക് പകരം ചുമന്നുള്ളി ചേർത്താലും മതി കേട്ടോ. എനിക്കിത്തിരി തിരക്കുള്ള കാരണം ഞാൻ അങ്ങനെ ചേർത്തുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാനൊരു അരമുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പൊട്ടുകടല, അതും കൂടി ചേരുമ്പോഴാണ് ഈ ചട്നിക്കൊരു നല്ല ടേസ്റ്റ് വരുന്നത്. പിന്നെ ആ കാണുന്ന ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി, ചെറിയ നെല്ലിക്ക, അത്ര പോന്ന നെല്ലിക്ക ഉണ്ടോയെന്ന് അറിയില്ല, അത്രയും കുറച്ച് പുളിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ട് ഈ ചട്ടിയിലേക്ക് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്താ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു, അത് മാറ്റി, അതാണ് ഞാൻ ഇനി കാച്ചാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഇത്തിരി കട്ടി കൂടുതലാണ്. അപ്പോൾ നമുക്ക് മിക്സിയിലെ ജാറിൽ ഒന്ന് വെള്ളമൊഴിച്ച് കഴുകിയിട്ട് അതും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത്രയും വെള്ളം ചേർത്തിട്ടുണ്ട്. അത്രയും ഉണ്ടോ, കുറുതായിരിക്കുന്ന ഒരു ചട്നിയാണ് അത് കേട്ടോ. വെള്ളം പോലെയല്ല, കുറുതായിരിക്കുന്ന ഒരു ചട്നിയാണ്. അപ്പോൾ നമുക്ക് ഇനി അത് ഒന്ന് ഒരൊറ്റ തള എന്ന് പറയില്ലേ, അതുപോലെ വെന്ത് കുറേ തിളച്ച് മറിയരുത്. അപ്പോൾ ആ ടേസ്റ്റ് പോകും. ഒരു ചെറിയ തള, നമ്മൾ വെള്ളമൊക്കെ ചേർത്താണ്. പിന്നെ വേറൊരു ചട്ടി വെച്ചിട്ട് അതിലേക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച്, ഇതിനൊക്കെ വെളിച്ചെണ്ണ ഇനി ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. വേറെ ഓയിലൊന്നും ചേർത്താൽ രസം ഉണ്ടാവില്ല. ഇനി അത് പൊട്ടി വരുമ്പോൾ കുറച്ച് വേപ്പിലയും വറ്റൽമുളകും ഇട്ട് കാച്ചിയതിന് ശേഷം നമുക്കത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വേപ്പില ഇട്ടു, ഒരു 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൊരിഞ്ഞ് വന്ന് അതിലേക്ക് ഒഴിച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. അങ്ങനെയല്ല, അപ്പോൾ എന്നെ ഇളക്കി കൊടുക്കണ്ട. അപ്പോൾ ആ മുളകിൻ്റെയും വേപ്പിലയുടെയും ഒക്കെ മണയിൽ പിടിക്കാൻ വേണ്ടി നമ്മളൊന്ന് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുക അത് ഒഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒഴിച്ചിട്ട് ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എടുത്ത ചട്നിയാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. ഇതിൻ്റെ കൂടെ ദോശ ഉണ്ട്, വളരെ നൈസായിട്ടുള്ള ദോശ, നെയ്യ് ചേർത്തുണ്ടാക്കിയതാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ് ദോശ കേട്ടോ. ഞാൻ ദോശ പിന്നെ എപ്പോഴും ഇടയ്ക്കൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ അത് കൂട്ടിയിട്ട് ഈ നമ്മുടെ പൊട്ടുകടല ചട്നിയും കൂട്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ അപ്പം കൂടി ഒരുമിച്ചാണ് കഴിക്കുക. അപ്പന് സ്കൂളിൽ പോകണ കാരണം ഒരു പരാക്രമമാണ് രാവിലെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പൊട്ടുകടല ചട്നിയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നവർ തന്നെയാണ്. എന്നാലും ആരെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.